Good morning to all. Today my presentation topic is team teaching. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജിയാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ടീച്ചറിന് പഠിപ്പിക്കേണ്ട കണ്ടൻറ് എന്ന് പറയുന്നത് എല്ലാ വർഷവും ഒരേപോലെ ആയിരിക്കും. ആ കണ്ടൻറ്റിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. സെയിം കണ്ടൻറ്റ് തന്നെ എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുമ്പോഴത്തേനും ടീച്ചറിൽ ഒരു ഡിസ്ഇൻട്രസ്റ്റ് ആ ടോപ്പിക്കിനോട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ വരാൻ നേരത്ത് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ്, ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജിയാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. These are the content of our topic: origin of team teaching, definition, characteristics, objectives, principle, types, procedure, advantages and disadvantages of team teaching. First of all, origin of team teaching. ടീം ടീച്ചിങ് ഡെവലപ്പ് ചെയ്തത് 1954 ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് ടീം ടീച്ചിങ് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് 1960 ജെ ഇർമാൻ അത് ബ്രിട്ടനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഫ്രാൻസിസ് ചേസ് ടീം ടീച്ചിങ്ങിന് ഒരു ഇഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡായി യൂസ് ചെയ്തു. എന്താണ് ടീം ടീച്ചിങ്? നമുക്കൊരു 2 വീഡിയോ ക്ലിപ്പിംഗ്സ് കണ്ടിട്ട് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. Now, what is humiliation? You know the meaning? Okay, I will tell you. Humiliation means to make someone ashamed or embarrassed. Good morning. Hello, all the dear ones out there. Aha, just a second. Teacher, our children are ready. Come on. Hi, good morning. How are you all? Warm welcome to a new academic year. Hope you all are safe. Have you ever imagined such a reopening day? You at your home and we, the teachers, in this frame? So, for the time being, we are going to have classes in this manner. For a while, this is going to be the new normal schooling. So, we are here to take today's English class and we'll be with you for the next 30 minutes. So get ready, take your pen, notebooks and textbook if you have one, because there'll be worksheets we'll be showing on. So there were potters too, right? Then there were chefs, right? Women baking cakes. Haven't you seen? Right? Business women, lots of successful women in that area too. Yes, of course. And then, haven't you seen police cadets or police women? Of course, we'll write that also. Women working in hotels as receptionists, front office. Right. And then, haven't you seen a woman milking a cow? Right? Okay, so you have seen a milk woman, right? Yes. So we'll write that. I have seen a mother with her daughter. Yes. Haven't you seen a mother feeding her daughter? Shall we write that also? Yes, very good. Great. You are all good observers. നമ്മൾ കണ്ട ആ 2 വീഡിയോസിലും 2 ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എപ്പോഴും റെഗുലറായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ തന്നെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നു. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡാണ്. ഒരേ ടോപ്പിക്ക് തന്നെ 2 ടീച്ചേഴ്സാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നതും അല്ലെങ്കിൽ 2ഓ അതിലധികമോ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. സിംപ്ലസ്റ്റ് ഫോമിൽ പറയുവാണെങ്കിൽ ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ഒരേ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന 2ഓ അതിലധികമോ ടീച്ചർ ഒരു സബ്ജക്റ്റ് ഒരുമിച്ച് പഠിപ്പിക്കുന്നതിനെയാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് ടീച്ചിങ് ആണ്. 2ഓ അതിലധികമോ ടീച്ചേഴ്സ് പരസ്പര സഹകരണത്തോടെ ഇൻ എ കോപ്പറേറ്റീവ് മാനർ
ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻസ് നൽകുന്ന ഒരു ടീച്ചിങ് പ്രോസസ്സാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതിൽ ടീച്ചിങ് മെത്തേഡിൽ ഒരു ടോപ്പിക് എടുക്കുന്ന ഡ്യൂറേഷനിൽ പ്രോസസ്സിൽ നമുക്ക് ടീച്ചിങ് ഒബ്ജക്റ്റീവ്സും ടീച്ചറിൻ്റെ എബിലിറ്റി അനുസരിച്ച് ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ഇന്നൊവേറ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. ടീം ടീച്ചിങ്ങിൽ ഒരേ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒന്നോ രണ്ടോ അതിലധികമോ ടീച്ചേഴ്സ് ഒരു സെയിം ക്ലാസ്സിന് സെയിം സബ്ജക്റ്റ് ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ടീച്ചിങ് പ്ലാൻസ് എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. പിന്നെ രണ്ടോ അതിലധികമോ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻസ് നൽകുന്നത് കൊണ്ട് അവർ തമ്മിലൊരു കോപ്പറേറ്റീവ് മാനറിലായിരിക്കും ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ ടീച്ചിങ് മെത്തേഡ്, ടൈം അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ടീച്ചിങ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ എബിലിറ്റി അനുസരിച്ച് ചേഞ്ച് വരുന്നതായിരിക്കും. മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഡെഫിനിഷൻ ഓഫ് ടീം ടീച്ചിങ്. ടീം ടീച്ചിങ്ങിന് പല ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഡെഫിനിഷനിൽ പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. രണ്ടോ അതിലധികമോ ടീച്ചേഴ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഇതിൽ എല്ലാ ടീച്ചേഴ്സിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സെക്കൻഡ് ഡെഫിനിഷനിൽ പറയുന്നത് ടീം ടീച്ചിങ്ങിൽ ആ ടീച്ചറിന് ഡിസൈഡ് ചെയ്യാൻ, ഓരോ ഇൻഡിവിജ്വൽ ടീച്ചറിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഏത് റിസോഴ്സ് അല്ലെങ്കിൽ ഏത് ഡിവൈസ് യൂസ് ചെയ്ത് ക്ലാസ് കണ്ടക്റ്റ് ചെയ്യണം. പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ നീഡും സ്കൂളിലെ ഫെസിലിറ്റി അനുസരിച്ചായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. തേർഡ് ഡെഫിനിഷനിൽ പറയുന്നത് ഈ ടീച്ചിങ് സ്ട്രാറ്റജിയിൽ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്ക് രണ്ടോ അതിലധികമോ ടീച്ചേഴ്സ് പരസ്പര സഹകരണത്തോടെ അത് ടോപ്പിക്ക് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ പഠിപ്പിക്കാൻ നേരത്ത് സ്റ്റുഡൻസിനെ പീരിയോഡിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നുമുണ്ട്. എന്തെല്ലാം ചേഞ്ചസ് വരുത്താനുണ്ട് എന്നുള്ളതും ഇതിൻ്റെ കൂടെ തന്നെ പീരിയോഡിക്കലി സ്റ്റുഡൻസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ടീം ടീച്ചിങ്ങിൽ. ഫോർത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ടീച്ചേഴ്സ് ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടാലൻറ്റ് എന്ന് പറയുന്നത് ഒന്നിലധികമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിന് ഗൈഡൻസ് ആയിട്ടും ഈ ടീം ടീച്ചിങ്ങിന് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീം ടീച്ചിങ്. ദ പ്ലാൻ ഓഫ് ടീം ടീച്ചിങ് ഈസ് ഫ്ലെക്സിബിൾ. ഓരോ ടീച്ചേഴ്സിൻ്റെയും ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ടോപ്പിക് എടുക്കുന്ന ടൈം, പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടീം ടീച്ചിങ്ങിൽ ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ടൈം, പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഓരോ ടീച്ചേഴ്സിനും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദ പ്ലാൻ ഓഫ് ടീം ടീച്ചിങ് ഈസ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. രണ്ടും അതിലധികം ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ടോപ്പിക്കിന് ഏത് ആക്ടിവിറ്റി കൊടുത്താലാണ് അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് ഈ ടീച്ചേഴ്സിന് തമ്മിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാൻ സാധിക്കും. ടീം ടീച്ചിങ്ങിൽ രണ്ടിലധികം ടീച്ചേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഹെൻസ് ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഒരേ ടോപ്പിക്ക് തന്നെ പല ടീച്ചേഴ്സ് എടുക്കുമ്പോൾ നമുക്കറിയാം ഓരോ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ഓരോരുത്തർക്കും വേരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ ടോപ്പിക്കിനെ പറ്റി ഉള്ള പല ആക്സെപ്റ്റ്സും നമുക്ക് ടീം ടീച്ചിങ് വഴി ലഭിക്കുന്നു. സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സ്കൂളിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സ്കൂളിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്, ഇതെല്ലാം കൺസിഡർ ചെയ്ത് വേണം ടീം ടീച്ചിങ് നടത്താനായി. ഇതൊരു ഇൻസ്ട്രക്ഷണൽ അറേഞ്ച്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ
ഓരോ ടീച്ചേഴ്സ് 2 ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് കൊണ്ട് അത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നേരത്തെ തന്നെ എല്ലാം പ്ലാൻ ചെയ്തിരിക്കണം, എന്തെല്ലാം ടോപ്പിക്കുകളിലൂടെ കടന്നു പോകണം, എന്തെല്ലാം ആക്ടിവിറ്റീസ് നൽകണം എന്നുള്ളത് എല്ലാം നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. അതുകൊണ്ട് ഇറ്റ് ഈസ് എ വെൽ ഓർഗനൈസ്ഡ് ഇൻസ്ട്രക്ഷണൽ arrangement. It calls for team spirit in teaching process. നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ കണ്ട 2 വീഡിയോസിലും ഏറ്റവും എനർജറ്റിക് ആയിട്ട് തോന്നിയ വീഡിയോയാണ് സെക്കൻഡ് വീഡിയോ. 2 ടീച്ചേഴ്സും ഒരുമിച്ച് ക്ലാസ് എടുക്കുന്നത്. അവർ തമ്മിൽ ഉള്ള ടീം സ്പിരിറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ക്ലാസ്സിനെ ശ്രദ്ധിച്ചിരിക്കാനും കുറച്ചും കൂടി സ്റ്റുഡൻസ് അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന ആൾ അലേർട്ടായിട്ട് നിൽക്കുന്നത് 2 പേരും കൂടെ ഒരുമിച്ചെടുത്ത ആ ക്ലാസ്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് കുറച്ചും കൂടെ ബെനിഫിഷ്യലായിട്ട് തോന്നുന്നത് എപ്പോഴും ടീം ടീച്ചിങ് വഴി ക്ലാസ് എടുക്കാൻ നേരത്താണ്, ബിക്കോസ് ഓഫ് ദ ടീം സ്പിരിറ്റ്. ഇനി കൂടുതൽ ടോപ്പിക്സ് ഈ ടീം ടീച്ചിങ് വഴി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് സമയത്തിനുള്ളിൽ. അതുകൊണ്ട് തന്നെ ഇത് എക്കണോമിക്കലാണ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീം ടീച്ചിങ് ആണ്. ടീം ടീച്ചിങ് വഴി നമുക്ക് നൽകുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ആ ടോപ്പിക് എങ്ങനെ എടുത്താൽ കുട്ടികളെ കൂടുതൽ ബെനിഫിഷ്യലായിട്ട് കൂടുതൽ അണ്ടർസ്റ്റാൻഡബിളായിട്ട് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ടീച്ചിങ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പല തരത്തിലുള്ള ടാലൻസും അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനെ കൂടുതൽ അവരുടെ ടാലൻറ്റും എല്ലാം ടീം ടീച്ചിങ് വഴി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഈ ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് മാനറിലേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരേ സബ്ജക്റ്റ് എടുക്കുന്ന 2-ലധികം ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം അതുവഴി ഗ്രൂപ്പ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണെന്നും കോപ്പറേറ്റീവ് മാനറിൽ വർക്ക് ചെയ്യാൻ നേരത്തുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. 2-ലധികം ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സിലും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതുവഴി ദ സെൻസ് ഓഫ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മൂവ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്, പ്രിൻസിപ്പിൾസ് ഓഫ് ടീം ടീച്ചിങ്. പ്രിൻസിപ്പിൾ ഓഫ് പൂളിംഗ് ദ റിസോഴ്സ്. നമുക്ക് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം റിസോഴ്സ് ഇതുവഴി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് കോപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇൻ ടേംസ് ഓഫ് ഗ്രൂപ്പിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്ന് വെച്ചാൽ ഓരോ സ്റ്റുഡൻസിൻ്റെ നീഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ സ്റ്റുഡൻസ് ഓരോ ടോപ്പിക്ക് പഠിക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചായിരിക്കും സ്റ്റുഡൻസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതും അതിന് എടുക്കേണ്ട ടൈം എത്രയാണെന്നുള്ളതും ഷെഡ്യൂൾ ചെയ്യുന്നതും. പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഡിങ് ദ നീഡ്സ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഓരോ സ്റ്റുഡൻസിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നീഡ് എന്ന് പറയുന്നത്, എബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അവരുടെ ഡിഫിക്കൽട്ടീസ് എന്താണെന്നും നീഡ് എന്നാണെന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം ടീം ടീച്ചിങ്ങിൽ നമ്മൾ ടോപ്പിക്സ് കൈകാര്യം ചെയ്യാനായിട്ട്. പ്രിൻസിപ്പിൾ ഓഫ് വില്ലിങ്നെസ് ആൻഡ് അക്സെപ്റ്റൻസ്. ടീം ടീച്ചിങ്ങിലെ മെമ്പേഴ്സിന് എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ ഡ്യൂട്ടീസും എല്ലാവർക്കും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഹെഡിന് അല്ലെങ്കിൽ ടീം ലീഡറിന് കൂടുതൽ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടായിരിക്കും ഡ്യൂട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സെലക്ഷൻ ഓഫ് ടീം മെമ്പേഴ്സ്.
ടീം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നൽകുന്ന ടോപ്പിക്കിൽ എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചേഴ്സിനെ ആയിരിക്കും ഈ ടീമിൽ മെമ്പേഴ്സായിട്ട് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. 2 അതിലധികമോ ടീച്ചേഴ്സ് മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കാനും പിന്നെ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വേണ്ടതെന്നുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് എല്ലാ മെമ്പേഴ്സും ഈക്വലി റെസ്പോൺസിബിൾ ആയിരിക്കും. എന്നാൽ മാത്രമേ അവിടെ ഒരു ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെൻറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് അപ്രോപ്രിയേറ്റ് സൂപ്പർവിഷൻ ആൻഡ് ഇവാലുവേഷൻ. ക്ലാസ് എടുക്കുന്ന ടീച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റുഡൻസിൻ്റെ ലേണേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതും അവർക്ക് സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്പ് ഓഫ് ടീം ടീച്ചിങ്. 3 ടൈപ്പാണ് ടീം ടീച്ചിങ്ങിനുള്ളത്. First one is single disciplinary team teaching, interdisciplinary team teaching, inter-institutional team teaching. Single disciplinary team teaching എന്ന് പറയുന്നത് ഇതിലെ മെമ്പേഴ്സ് എല്ലാവരും ഒരേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഒരേ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. ഇന്റർഡിസിപ്ലിനറി ടീം ടീച്ചിങ് എന്ന് പറയുന്നത് സബ്ജക്ട്സ് കൈകാര്യം ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇന്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ടീം ടീച്ചിങ് എന്ന് പറയുന്നത് മെമ്പേഴ്സ് സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവരായിരിക്കും, അതുപോലെ തന്നെ സമൂഹത്തിലെ ചില പ്രത്യേക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്, പ്രൊസീജിയർ ഓഫ് ടീം ടീച്ചിങ്. 3 സ്റ്റേജ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാനിംഗ് സ്റ്റേജ്, എക്സിക്യൂഷൻ സ്റ്റേജ്, ഇവാലുവേഷൻ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് നോക്കാം, പ്ലാനിംഗ് സ്റ്റേജ്. പ്ലാനിംഗ് സ്റ്റേജിൽ ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ടീം ടീച്ചിങ് സെഷൻ വഴി നമ്മൾ എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കേണ്ടതെന്നുള്ളത് ആദ്യമേ ഫോർമുലേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എങ്ങനെ പെരുമാറിയാലാണ് അല്ലെങ്കിൽ ഏത് തരത്തിൽ ആ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്താലാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ അത് അണ്ടർസ്റ്റാൻഡബിളായിട്ട് എത്തുന്നതെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്ന ഗ്രൂപ്പിലെ സ്റ്റുഡൻസിൻ്റെ ബിഹേവിയർ എന്താണെന്നും അവരുടെ നീഡ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൻ്റെ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് നമ്മളവിടെ പഠിപ്പിക്കേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓരോ ടീച്ചേഴ്സിൻ്റെയും ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ലെക്ചർ ലീഡ് ചെയ്യേണ്ടത് ആരാന്നുള്ളത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അസൈൻ ചെയ്യുന്നു. നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് അവൈലബിൾ ആണെങ്കിൽ അത് ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് സ്റ്റുഡൻസിൽ ഉളവാക്കുന്നതിന് അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് നൽകാൻ പറ്റും എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ സ്റ്റേജ് ആണ്. എക്സിക്യൂഷനിൽ ആദ്യമേ നമ്മൾ അറിയേണ്ടത് ഇൻസ്ട്രക്ഷൻ്റെ ലെവലാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റുഡൻസിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതോടൊപ്പം നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ നീഡ് എന്നാന്നുള്ളതും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. സെക്കൻഡ് വൺ ഈസ് സ്റ്റുഡൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു എക്സ്പ്ലനേഷനേക്കാളും കൂടുതൽ മനസ്സിലാവുന്നത് ചിലപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിക്കുന്നതായിരിക്കും. അപ്പം അത് ഏതാണ് ലേണറിൻ്റെ ലെവൽ അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്കറിയാം ടീം ടീച്ചിങ്ങിൽ ക്ലാസ് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. അതുകൊണ്ട് തന്നെ ലീഡ് ലെക്ചർ ക്ലാസ് എടുക്കാൻ നേരത്ത് ബാക്കിയുള്ള ടീച്ചേഴ്സ് ടോപ്പിക്ക്
ലേണേഴ്സിന് അണ്ടർസ്റ്റാൻഡബിൾ അല്ലാതെ പെട്ടെന്ന് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യേണ്ടതാണ്. ടീം ടീച്ചിങ്ങിലെ എല്ലാ മെമ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സും ലെക്ചർ ഡെലിവർ ചെയ്യേണ്ടതാണ്. എല്ലാ എലമെൻസിനെയും ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. പ്രൊവൈഡിങ് മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡ്യൂറിങ് ബോത്ത് ദ സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജിലും പ്ലാനിങ് സ്റ്റേജിലും എക്സിക്യൂഷൻ സ്റ്റേജിലും ടീച്ചേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്തിരിക്കണം. ഒരു ടീം സ്പിരിറ്റ് ക്ലാസ്സിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. സ്റ്റുഡൻസിൻ്റെ ആക്ടിവിറ്റീസ് ക്ലാസ് എടുക്കുന്നത് കൂടെ തന്നെ ലീഡ് ലെക്ചർ സ്റ്റുഡൻസിൻ്റെ ആക്ടിവിറ്റി സൂപ്പർവൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ടൈം ഷെഡ്യൂളിനെ പറ്റി കോൺഷ്യസ് ആയിരിക്കണം എല്ലാ മെമ്പേഴ്സും. ടീം ടീച്ചിങ്ങിൻ്റെ ടൈമിൽ ഓരോരുത്തർക്കും അസൈൻ ചെയ്തിരിക്കുന്ന അത്രയും ടൈം ആയിരിക്കണം എപ്പോഴും എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നേരത്തെ വെൽ പ്രിപ്പേർഡ് ആയിരിക്കണം. പ്ലാൻ അനുസരിച്ച് എല്ലാം മുന്നോട്ട് പോകാനായിട്ട് ടീം ടീച്ചിങ്ങിലെ മെമ്പേഴ്സ് നേരത്തെ പ്രിപ്പേർഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ എന്തെല്ലാമാണ് എടുത്ത തീരുമാനങ്ങൾ അതിനെ ആക്ച്വൽ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി ആയിട്ട് അത് വർക്കബിൾ ആക്കുന്നതിനാണ് എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അതിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് പല സെഷൻസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലാർജ് ഗ്രൂപ്പ് സെഷൻ അല്ലെങ്കിൽ ജനറൽ അസംബ്ലിയാണ് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 2 അതിലധികമോ ക്ലാസ്സസ് ആണ് ടീച്ചേഴ്സ് കൊടുക്കുന്നത്. അതിൽ ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനായിരിക്കും ക്ലാസ് നൽകുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ് സെഷൻ ആയിരിക്കും. ഈ ലാർജർ ഗ്രൂപ്പിനെ സ്മോളർ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ജനറൽ അസംബ്ലിക്ക് ശേഷം ഫസ്റ്റ് സെഷന് ശേഷം സ്റ്റുഡൻസിനെ സ്മോളർ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലാസ് എടുക്കുന്നു. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റഡ് സെഷൻ ആണ്. ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റുഡൻറ്റിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഡയറക്ഷൻസ് നൽകുന്ന സ്റ്റേജാണ് ഇൻഡിവിജ്വൽ സ്റ്റഡ് സെഷൻ. നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് അത് ഒന്നെങ്കിൽ ലൈബ്രറി റീഡിംഗ് വഴി അല്ലെങ്കിൽ ലബോറട്ടറി എക്സ്പെരിമെൻറ്റേഷൻ വഴി ടീച്ചറിൻ്റെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓടുകൂടെ സ്റ്റുഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഓരോ സ്റ്റുഡൻറ്റിന് വേണ്ട എന്തൊക്കെയാണ് ഡയറക്ഷൻസ് എല്ലാം ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത് മാറ്റി സ്റ്റുഡൻസിന് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന സെക്ഷനാണ് ഇൻഡിവിജ്വൽ സ്റ്റഡ് സെഷൻ എന്ന് പറയുന്നത്. ഇവാലുവേഷൻ സെഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക്സ് എല്ലാം സ്റ്റുഡൻസിന് അണ്ടർസ്റ്റാൻഡബിൾ ആണോ, ലേണേഴ്സിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇവാലുവേഷൻ സ്റ്റേജ്. അത് പല ആക്ടിവിറ്റീസ് വഴി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഓറൽ ക്വസ്റ്റ്യൻസ് വഴിയായിരിക്കും ഇവാലുവേഷൻ നടക്കുന്നത്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം സ്റ്റുഡൻസിൽ എത്തിക്കാൻ പറ്റിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലേണേഴ്സിനുണ്ടായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡയഗ്നൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അതെങ്ങനെയൊക്കെ ഓവർകം ചെയ്യാമെന്നുള്ളത് റെമഡീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ റിവൈസിങ് ദ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ഫേസ് ഓഫ് ടീം ടീച്ചിങ് ഇറ്റ്സെൽഫ് ഓൺ ദ ബേസിസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റുഡൻറ്റ്. നമ്മൾ സ്റ്റുഡൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത ബേസിസിൽ നമ്മുടെ പ്ലാനിങ് സ്റ്റേജും പിന്നെ എക്സിക്യൂഷൻ സ്റ്റേജും നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുന്നു. എന്തെല്ലാം ചേഞ്ചസ് ആണ് ഇനി ടീം ടീച്ചിങ് നടത്തുമ്പോൾ വരുത്തേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക് അഡ്വാൻറ്റേജസ് ഓഫ് ടീം ടീച്ചിങ്. ടീച്ചേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലേൺ അബൌട്ട് ടീച്ചിങ്.
രണ്ടോ അതിലധികമോ ടീച്ചേഴ്സ് ഉണ്ട് ടീം ടീച്ചിങ്ങിൽ. അപ്പം ഒരു ടീച്ചർ മറ്റൊരു ടീച്ചറിന് മാതൃകയാണ്. അപ്പം കുറച്ചും കൂടി നമുക്ക് ടീച്ചിങ്ങിനെ പറ്റി പഠിക്കാനായിട്ട് സാധിക്കും. ഇംപ്രൂവ് ദെയർ ഓൺ ടീച്ചിങ് സ്കിൽസ്. മറ്റൊരു ടീച്ചറിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ടീച്ചിങ് സ്കില്ല് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് വരുത്താവുന്ന ചേഞ്ചുകൾ, അതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളെല്ലാം അണ്ടർസ്റ്റാൻഡ് ആയിട്ട് അത് നമ്മുടെ ടീച്ചിങ് സ്കില്ലിനെ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ. ഇൻഡിവിജ്വലി എടുക്കാനായിട്ട് കുറച്ച് ധൈര്യം ഇല്ലാത്ത ആണെങ്കിൽ ടീം ടീച്ചിങ് ക്ലാസ് എടുക്കാൻ നേരത്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ചെടുക്കാൻ നേരത്ത് കിട്ടുന്ന ടീം സ്പിരിറ്റ് വേറെയാണ്. അപ്പം അങ്ങനെ ക്ലാസ് എടുക്കാൻ നേരത്ത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ടീച്ചറിന് സാധിക്കും ടീം ടീച്ചിങ് വഴി. ഹാവിങ് ഓപ്പർച്യൂണിറ്റി ഫോർ ക്രിയേറ്റീവ് അസൈൻമെൻറ്റ്സ്. നമുക്കറിയാം ടീം ടീച്ചിങ്ങിൽ മെമ്പേഴ്സ് ചിലപ്പം 2 സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം വരാൻ നേരത്ത് അവർ രണ്ടുപേരും പ്ലാനിങ് സ്റ്റേജിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസ് അവരവരുടെ സബ്ജക്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് കൈമാറൂ. അപ്പം കുറച്ചും കൂടി നോളജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ആ സബ്ജക്റ്റിനെ പറ്റി വേറൊരു സബ്ജക്റ്റിനെ പറ്റി ടീം ടീച്ചിങ് വഴി നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒരു ടീം ടീച്ചിങ്ങിൽ 2 ടീച്ചേഴ്സ് ഒരുമിച്ച് ക്ലാസ് എടുക്കാൻ നേരത്തുള്ള ഒരു ടീം സ്പിരിറ്റ് ഇല്ല ഒരാൾ തന്നെ ക്ലാസ് എടുക്കാൻ നേരത്ത്. അപ്പം ആ ലോൺലിനെസ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ നേരത്ത് തോന്നുന്ന ഒരു ഇൻകംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവുന്നതെല്ലാം ഈ ടീം ടീച്ചിങ് വഴി നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഗെയിൻ ന്യൂ ഇൻസൈറ്റ് ഇൻ ടു ദെയർ ഡിസിപ്ലിൻസ്. നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഒരേ സബ്ജക്റ്റിലുള്ള 2 അതിലധികം ടീച്ചേഴ്സ് കാണും. അപ്പോൾ ഓരോ ടീച്ചേഴ്സിൻ്റെ കാഴ്ചപ്പാട് വേറെയായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബിൽഡ് കൊളീഗൽ റിലേഷൻഷിപ്സ്. അപ്പം ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് മാനറിൽ വർക്ക് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ടീം ടീച്ചിങ്ങിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഫോസ്റ്റർ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ വഴി നമ്മുടെ വർക്കറിനെ എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിനെയാണ് ഫോസ്റ്റർ റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റുഡൻസിനുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കുന്നത്. അപ്പം ഡീപ്പൻസ് സ്റ്റുഡൻറ് അനലൈറ്റിക്കൽ എബിലിറ്റീസ്. ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു എനർജറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടീം സ്പിരിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടീച്ചിങ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അതുവഴി അതിൻ്റെ സ്റ്റുഡൻസിൻ്റെ അനലൈറ്റിക്കൽ എബിലിറ്റീസ് കുറച്ചും കൂടി ഇംപ്രൂവ് ആകുന്നു. ബിൽഡ് ഗ്രേറ്റർ കരിക്കുലർ കൊഹിറൻസ് ഫോർ സ്റ്റുഡൻറ്. കരിക്കുലർ കൊഹിറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ program that is well organized and purposefully designed for facilitate learning. അപ്പം ടീം ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. അതിൽ റിപ്പീറ്റേഷൻസോ അല്ലെങ്കിൽ കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ടീച്ചിങ് മെത്തേഡ് അല്ല. കുറച്ച് ടൈം കൊണ്ട് കൂടുതൽ സബ്ജക്റ്റിനെ കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് സ്റ്റുഡൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ബിൽഡ് ഗ്രേറ്റർ കരിക്കുലർ കൊഹറൻസ് ഫോർ സ്റ്റുഡൻറ്. ടീം ടീച്ചിങ്ങിൻ്റെ അകത്ത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അവരുടെ നീഡ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത ഒരു ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം ഇങ്ങനെ പല ഗ്രൂപ്പായിട്ടത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു എ സെൻസ് ഓഫ് അക്കാഡമിക് കമ്മ്യൂണിറ്റി. ടീച്ചർ ആ സ്റ്റുഡൻസിൻ്റെ ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ നീഡ് അനുസരിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ സ്റ്റുഡൻസിന് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് എക്സ്പ്ലനേഷൻസും എല്ലാം വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്രേറ്റർ സെൻസ് ഓഫ് അക്കാഡമിക് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
നെക്സ്റ്റ് വൺ ഇംപ്രൂവ് സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പ്. 3 സെക്ഷൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടീം ടീച്ചിങ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ലാർജർ സെഷൻ ഉണ്ട്, സ്മോൾ ഗ്രൂപ്പ് സെഷൻ ഉണ്ട്, ഇൻഡിവിജ്വൽ സ്റ്റഡ് സെഷൻ ഉണ്ട്. ഇൻഡിവിജ്വൽ സ്റ്റഡ് സെഷനിൽ എത്തുമ്പോൾ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഡിഫിക്കൽട്ടി എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യാൻ നേരത്തുള്ള പ്രോബ്ലംസ് എന്താണെന്നുള്ളതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആ ടീച്ചർ സ്റ്റുഡൻറ്റിനെ എൻകറേജ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം വഴി സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സസ് മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോയിലെ ഡിഫറൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചും കൂടി ടീം സ്പിരിറ്റും അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അറ്റൻഡബിൾ ആയിട്ട് തോന്നുന്ന ക്ലാസ് എന്ന് പറയുന്നത് ടീം ടീച്ചിങ് വഴി എടുക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ അവിടെ ഒരു ടീം സ്പിരിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ആ എനർജി സ്റ്റുഡൻസിൽ ക്ലാസ്സസ് ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആക്കുന്നു. Improve student learning outcomes, retention rates, interpersonal skills, communication skills, analysis and judgment and diversity. ടീം ടീച്ചിങ് വഴി ലേണിംഗ് ഔട്ട്കംസ് ഇംപ്രൂവ് ആകുന്നു. അതുപോലെ തന്നെ റീറ്റൻറ്റേഷൻ റേറ്റ്, സ്റ്റുഡൻറ്റിൻ്റെ മെമ്മറിയിലിരിക്കുന്ന ആ ടോപ്പിക്കിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് കുറച്ചധികം റീറ്റൻറ്റേഷൻ റേറ്റ് കൂടുതലായിരിക്കും, മെമ്മറിയിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ടോപ്പിക്കിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് ഇന്റർപേഴ്സൺ സ്കിൽസും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോബ്ലം സോൾവിങ് സ്കില്ലും അത് അനലൈസ് ചെയ്ത് അതിന് ഒരു റെമഡി കണ്ടുപിടിക്കാനായിട്ട് സ്റ്റുഡൻറ്റിന് സാധിക്കുന്നു. നെക്സ്റ്റ് ഈസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടീം ടീച്ചിങ്. ആദ്യമേ ഫാക്കൽറ്റിയിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് lack of sufficient time for collaborative work exists. നമുക്കറിയാം ടീം ടീച്ചിങ് എന്ന് പറയുന്നത് 2 അതിലധികം ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഒരു പ്ലാനിങ് സ്റ്റേജ് ഉണ്ട്. ആ പ്ലാനിങ് സ്റ്റേജിന് സഫീഷ്യൻറ്റ് ടൈം കൊടുത്തില്ലെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്ലോപ്പ് ആയിപ്പോകും. അതുകൊണ്ട് തന്നെ നല്ല ടൈം കൺസ്യൂമിങ് ആണ് ഇൻ ദ കേസ് ഓഫ് പ്ലാനിങ് സ്റ്റേജിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു ടൈം കൺസ്യൂമിങ് ആണ്. ആക്ടിവിറ്റീസും സ്റ്റുഡൻസിൽ എങ്ങനെ ആ ടോപ്പിക് എത്തിക്കാം എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ടീവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് സ്റ്റേജ് എന്ന് പറയുന്നതിന് ടൈം എടുക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, പ്രോബ്ലം വിത്ത് ഓവർലാപ്പിംഗ് റോൾ എക്സിസ്റ്റ്. 2 ടീച്ചേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരാൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ചിലപ്പം അടുത്ത ടീച്ചർ ടോപ്പിക്ക് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഒരു ഓവർലാപ്പിങ്ങിന് ഉള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഡിസിപ്ലിൻ ഡോമിനേറ്റ്സ് ദ പ്രോസസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ 2 സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കും ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിലപ്പം ഒരു സബ്ജക്റ്റിലുള്ള ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലുള്ള ടീച്ചർ ചിലപ്പം ഓൾ പ്രോസസ്സ് കൺട്രോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറയുന്നത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ടിങ് ആൻഡ് ഇന്നാഡിക്വേറ്റ് ലോജിസ്റ്റിക് ആർ പ്രൊവൈഡഡ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സോ അല്ലെ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങോ കാണത്തില്ലായിരിക്കും. അത് ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് ടീം ടീച്ചിങ്ങിൻ്റെ. നെക്സ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ഓട്ടോണോമി ഈസ് ലോസ്. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം അവിടെ കാണത്തില്ല. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കോ വർക്കർ അല്ലെങ്കിൽ നമ്മൾ ടീച്ച് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയുള്ള ടീച്ചറിനെയും കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വേണം അവിടെ നിൽക്കാൻ. നമുക്ക് തന്നെ ഒരു ഫ്രീഡം ഇല്ലായിരിക്കും ആക്ട് ചെയ്യാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് ടീച്ചേഴ്സിനുള്ളത്. ഇനി സ്റ്റുഡൻസ് റിപ്പോർട്ട് ചെയ്യുന്ന ടീം ടീച്ചിങ് ഇൻഎഫക്റ്റീവ് ആകാനായിട്ടുള്ള റീസൺസ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ടേഴ്സ് ആർ നോട്ട് ഫ്ലെക്സിബിൾ ഇൻ അഡ്രസ്സിങ് സ്റ്റുഡൻസ് ലേണിംഗ് സ്റ്റൈൽ. സ്റ്റുഡൻറ്റിൻ്റെ ലേണിംഗ് സ്റ്റൈൽ അനുസരിച്ച് ഇൻസ്ട്രക്ടേഴ്സിന് സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ടീം ടീച്ചിങ് ഇൻഎഫക്റ്റീവ് ആകുന്നു. കൺഫ്യൂഷൻ അബൌട്ട് ലേണിംഗ് എക്സ്പെക്റ്റേഷൻസ് എക്സിസ്റ്റ്. ഡിസ്പാരിറ്റി ഇൻ ഇവാലുവേഷൻ എക്സിസ്റ്റ്.
ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ അൺഈക്വൽ. നമ്മൾ ഇവാലുവേഷൻ സ്റ്റേജിൽ ചിലപ്പം ഓരോ സ്റ്റുഡൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്തത് അൺഈക്വൽ ആയിട്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജസ് ടീം ടീച്ചിങ്ങിലുണ്ട്. സോ നമുക്ക് ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ടുഗദർ എവറി വൺ അച്ചീവ് മോർ. ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ഇൻ ഷോർട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ടോ അതിലധികമോ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് മാനറിൽ അവർ ഈക്വൽ റെസ്പോൺസിബിൾ ആയിട്ട് സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻസ് നൽകുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ടീച്ചിങ് മെത്തേഡാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. ടീം ടീച്ചിങ് എന്ന് പറയുന്നത് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്റ്റുഡൻസിനെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിർത്തണം, അങ്ങനെയുള്ള ഏതെങ്കിലും ടോപ്പിക് ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നുന്ന ടോപ്പിക് ടീം ടീച്ചിങ് വഴി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് സ്റ്റുഡൻസ് ശ്രദ്ധിച്ചിരിക്കാനും എല്ലാം സാധിക്കും. അപ്പം ഏത് ടോപ്പിക്ക് വേണേലും നമുക്ക് ടീം ടീച്ചിങ് വഴി എടുക്കാൻ പറ്റും. എല്ലാ ടോപ്പിക്കും ടീം ടീച്ചിങ് വഴി എടുക്കാൻ നേരത്ത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടും ടീം സ്പിരിറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. സോ ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.